കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസ് തലവന്മാരെയാണ് നോട്ടമിട്ടതെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഹമാസിന്റെ ചർച്ചാ സംഘത്തിന്റെ തലവനായ ഖലീൽ അൽ ഹയ്യയാണ് പ്രധാനമായി ലക്ഷ്യമിട്ടതെന്നും ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇയാൾ കൂടാതെ ഖാലിദ് മഷാൽ, സഹർ ജബാരിൻ, മുഹമ്മദ് ഇസ്മായിൽ ദർവിഷ്, മൂസ അബു മർസൂഖ്, ഹുസാം ബർദ്രാൻ, താഹിർ അൽ നുനു, നിസാർ അവദള്ള എന്നിവരും ഖത്തറിലുണ്ടെന്ന് കരുതപ്പെടുന്ന മറ്റു പ്രമുഖരാണ്. 700 ദിവസത്തിലധികം നീണ്ടുനിന്ന യുദ്ധത്തിന് ശേഷം ഗാസ മുനമ്പിലെ സ്ഥിതിഗതികൾ വഷളായിക്കൊണ്ടിരിക്കുമ്പോൾ മഷാലും മർസൂക്കും ഉൾപ്പെടെയുള്ള മുതിർന്ന ഹമാസ് നേതാക്കൾ ഖത്തറിൽ ആഡംബര ജീവിതം ആസ്വദിക്കുകയായിരുന്നു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ വരുന്നത്. ഡെയിലി മെയിൽ പോലുള്ള മാധ്യമങ്ങളാണ് ഹമാസ് നേതാക്കളുടെ ആഡംബര ജീവിതത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. സ്വന്തം ജനത്തെ മറന്ന് സ്വത്തുക്കൾ സമ്പാദിക്കുന്നവരായാണ് മാധ്യമങ്ങൾ ഹമാസ് നേതാക്കളെ വിലയിരുത്തുന്നതെന്നാണ് പറയുന്നത്. ഹമാസിന്റെ മുതിർന്ന നേതാവ് മർസൂക്കിനൊപ്പം വിദേശത്തെ ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോയുടെ തലവനായ മഷാൽ അമേരിക്കയിലെ ഇസ്രായേൽ എംബസി നൽകുന്ന വിവരങ്ങൾ പ്രകാരം 26,000 കോടിയിലധികം ആസ്തിയുള്ള വ്യക്തിയാണ്. ലോകാരോഗ്യ സംഘടന കഴിഞ്ഞ ജൂലൈയിൽ വെളിപ്പെടുത്തിയത് ഗാസയിൽ 5 വയസ്സിന് താഴെയുള്ള ഏകദേശം 12,000 കുട്ടികളെ ഗുരുതരമായ പോഷക ആഹാരക്കുറവ് ബാധിച്ചു എന്നുള്ളതാണ്. ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ മുതിർന്ന ഹമാസ് നേതാക്കളുടെ അമിതമായ സമ്പത്ത് അമ്പരപ്പിക്കുന്നതുമാണ്. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിന് നേരെ നടത്തിയ ഭീകര ആക്രമണത്തെ തുടർന്ന് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഗാസയിൽ താമസിക്കുന്ന പലസ്തീനികളിൽ പകുതിയും ഐക്യരാഷ്ട്രസഭ നൽകുന്ന ഭക്ഷണത്തെ ആശ്രയിച്ചാണ് ജീവിച്ചത്. എന്നാൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുകയായിരുന്നു. കൂടാതെ ഇവിടേക്ക് എത്തുന്ന ആവശ്യ വസ്തുക്കളും മരുന്നുകളും എല്ലാം ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയി കരിഞ്ചന്തയിൽ വിൽക്കുന്നതും ഇവരെ കൂടുതൽ ദുരിതത്തിലാക്കി. എന്നാൽ ഇവിടെയും മണിമാളികകളിലും വൻകിട ഹോട്ടലുകളിലും താമസിക്കുന്ന ചില കോടീശ്വരന്മാരുമുണ്ട്. ഇസ്രായേൽ ചൂണ്ടിക്കാട്ടുന്നത് ഹമാസിന്റെ വാർഷിക ടേൺഓവർ $100 കോടി എന്നുള്ളതാണ്. ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുത്തതിന് ശേഷമുള്ള വർഷങ്ങളിൽ ഹമാസ് നേതാക്കൾ ഗാസയിലെ ജനങ്ങളുടെ ദുരിതത്തിൽ നിന്നും ലാഭം കൊയ്തു എന്നതാണ് കരുതപ്പെടുന്നത്. ഹമാസിന്റെ തലവനായിരുന്ന ഇസ്രായേൽ വധിച്ച ഇസ്മായിൽ ഹനിയ ഉൾപ്പെടെയുള്ള നേതാക്കൾ പലരും ശതകോടീശ്വരന്മാരായിരുന്നു അത്രേ. 13 കുട്ടികളുടെ പിതാവായ ഹനിയ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ഒളിവിലാണ് ചിലവഴിച്ചതും. ഖത്തറിലെയും തുർക്കിയിലെയും വമ്പൻ ഹോട്ടലുകളിൽ ഇയാൾ ആഡംബര ജീവിതമാണ് നയിച്ചത്. ഹനിയ സ്വകാര്യ ജെറ്റ് വിമാനങ്ങളിലാണ് യാത്ര ചെയ്തിരുന്നതും. ഇയാളുടെ മക്കൾ ആഡംബര ഹോട്ടലുകളിൽ ജീവിതം ആസ്വദിക്കുന്നതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. മറ്റൊരു ഹമാസ് നേതാവായ മാസ് മദ്യവും മദിരാക്ഷിയും ജീവിതത്തിന്റെ ഭാഗമാക്കിയ വ്യക്തിയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇയാളും ശതകോടീശ്വരനാണ്. പല രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സഹായം അടിച്ചുമാറ്റി വ്യവസായ സാമ്രാജ്യങ്ങൾ തീർത്തവരാണ് ഇവരിൽ പലരും എന്നും വെളിപ്പെടുന്നുണ്ട്. ഇവർ ആരും 5 പൈസ പോലും ഗാസയിലെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നൽകാറില്ല എന്നുള്ളതാണ് സത്യം. അതേസമയം ഖത്തറിനെതിരായ ആക്രമണം ഇസ്രായേലിനെ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ഒറ്റപ്പെടുത്തുമെന്ന വിലയിരുത്തലുകളും ഇപ്പോൾ ശക്തമാണ്. ആക്രമണം US മുൻകൂട്ടി അറിഞ്ഞുവെന്നത് ഗൾഫ് രാഷ്ട്രങ്ങൾക്കിടയിൽ USനോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെടാനും കാരണമാകും. പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കാൻ കൂടുതൽ രാഷ്ട്രങ്ങളെ പ്രേരിപ്പിക്കാനും ഈ ഖത്തർ ആക്രമണം കാരണമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഗൾഫിന്റെ പ്രധാന കൂട്ടാണ് US. ഇത്തവണ അധികാരമേറ്റ ശേഷം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യം രാഷ്ട്രീയ സന്ദർശനം നടത്തിയത് സൗദിയിലേക്കും ഖത്തറിലേക്കുമാണ്. ജംബോ ബോയിങ് വിമാനം സമ്മാനമായി വാങ്ങിയാണ് ട്രംപ് ഖത്തറിൽ നിന്നും മടങ്ങിയത്. ഇസ്രായേൽ ആക്രമണം നടത്താനായി നീങ്ങുമ്പോൾ അത് തടയാൻ ട്രംപ് ശ്രമിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇസ്രായേലിന് വേണ്ടി ഏത് സുഹൃത്തുക്കളെയും മറക്കുമെന്ന സൂചന കൂടിയുണ്ട് ഈ ഖത്തർ ആക്രമണത്തിൽ. ഇത് ഗൾഫ് രാഷ്ട്രങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. USനോട് ഉള്ളിൽ വിശ്വാസ്യത നഷ്ടപ്പെടാനും പുതിയ നീക്കം കാരണമാകും. അബ്രഹാം അക്കോർഡിൽ ഒപ്പിട്ടവർക്കും ഇടാനിരിക്കുന്നവർക്കുമുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ദോഹ ആക്രമണം. നേരത്തെ ഒപ്പം നിന്ന ബ്രിട്ടനും ഫ്രാൻസും പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കാൻ നീങ്ങുന്നതും ഇനി കാണാം. ഈ മാസം അവസാനം നടക്കുന്ന UN പൊതുസഭയിൽ പലസ്തീന് കൂടുതൽ പിന്തുണ ലഭിക്കാൻ ഇസ്രായേൽ നീക്കം കാരണമാകും. ഐക്യരാഷ്ട്രസഭയ്ക്കും ഗൾഫ് അറബ് രാഷ്ട്രങ്ങൾക്കും പുറമെ ബ്രിട്ടൻ, ഫ്രാൻസ്, പാകിസ്ഥാൻ, സ്പെയിൻ, ഇറ്റലി, ജർമ്മനി തുടങ്ങിയവരും ആക്രമണത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്.